അവരെ തടയാൻ മറ്റു രാജ്യങ്ങൾ എത്രമാത്രം ശക്തം, പല ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയവും എക്കണോമിക്കായിട്ടുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങളുള്ളൂ. ഇപ്പം തന്നെ 10% ക്രൂഡിൻ്റെ വില കൂടുന്നു. ഇറാൻ പോലെ ഒരു രാജ്യത്തെ ആക്രമിക്കുക, അതിൻ്റെ എണ്ണ ശേഖരത്തെയൊക്കെ ആക്രമിച്ചാൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വലുതായിരിക്കും. അത് ലോകത്തിനൊരു കൺസേൺ അല്ലേ? തീർച്ചയായിട്ടും അതെ. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കൺസേൺ ആണ്. ആ മേഖലയിൽ ചെങ്കടൽ മേഖലയും ഗൾഫ് കടലും. അപ്പൊ ഗൾഫ് കടലില് പരമ്പരാഗതമായിട്ട് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ആ ശീത യുദ്ധത്തെ പോലും ട്രംപ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ കണ്ടത് അറബ് ഗൾഫ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചു. ഇറാനിയൻസ് പേർഷ്യൻ ഗൾഫ് എന്നും അറബ് രാജ്യങ്ങൾ അറബ് ഗൾഫ് എന്ന് വിളിച്ച ഘട്ടത്തിലാണ് അവസാനം ഒരു കൺസെൻസസ് എന്നതിൽ ഗൾഫ് എന്ന് മാത്രം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വളരെ കൃത്യമായ അറബ് ഗൾഫ് എന്നുള്ള വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കണ്ടേ. പിന്നീട് അത് റെക്കോർഡിൽ നിന്നൊക്കെ മാറ്റി വെച്ചുവെങ്കിലും അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫിന്റെ സ്ഥിരത, ഗൾഫ് മേഖലയിൽ ആ കടലിന്റെ മേലെ സമഗ്രമായ ആധിപത്യം പുലർത്തുക, രണ്ട് ചെങ്കടൽ മേഖലയിൽ പൂർണ്ണമായ ആധിപത്യം പുലർത്തുക, ഇത് രണ്ടും ഇന്ത്യൻ ഓഷ്യൻ ട്രേഡില് നിർണായകമാണ്. ലോകത്തിലെ ഇന്ത്യൻ ഓഷ്യൻ റിം റീജിയണിൽ ചൈനയുടെ സ്വാധീനം പടിപടിയായി വർദ്ധിച്ചു വരുന്നു. അവിടെ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കണമെങ്കിൽ ഈ രണ്ട് മേഖലയിൽ അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തണം. അതിന് നിർണായകമായ വെല്ലുവിളി ഉയർത്താൻ ഇറാന് കഴിയുന്നു എന്നുള്ളതാണ്. ഇറാൻ നേരിട്ട് ഗൾഫ് മേഖലയിലും അതിന്റെ പ്രോക്സികളായ ഹൂത്തികളെ ഉപയോഗിച്ച് ചെങ്കടൽ മേഖലയിലും നടത്തുന്ന ഇടപെടലുകൾ യഥാർത്ഥത്തില് അമേരിക്കയുടെ താല്പര്യങ്ങളെ നിർണായകമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ എന്നതിനേക്കാൾ ഉപരി ഇസ്രായേൽ അവിടെ ഉണ്ട്, അവിടെ അമേരിക്കൻ താല്പര്യങ്ങൾ ഒരു നിഴലായിട്ടല്ല നേരിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. ഇപ്പോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവിടെ ത്രിരാഷ്ട്ര സന്ദർശനം നടത്തിയ സമയത്ത് 1.42 ട്രില്യൺ വ്യാപാര സൈനിക സഹകരണ കരാറുകളാണ് ഇപ്പോൾ സൗദി അറേബ്യ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ മേഖലയിലെ അവരുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് ഖത്തറാണ്. ഖത്തർ സമീപകാലത്ത് വളരെ ശക്തമായി ഫലസ്തീനിയൻ കോസിനെ സപ്പോർട്ട് ചെയ്യുകയും ആ മേഖലയിലുള്ള സാമ്രാജ്യത്വ ഇടപെടലുകളെ വിമർശിക്കുകയും അവിടെയുള്ള സംഘർഷങ്ങളെ വസ്തുനിഷ്ഠമായി തുറന്നു കാണിക്കുകയും ചെയ്യുന്ന അൽ ജസീറയുടെ ഒക്കെ നിയന്ത്രണം ഖത്തറിനാണ്. പക്ഷേ അവിടെ $60 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഖത്തർ അവിടെ നടത്താൻ പോവുകയാണ്, അവരുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രത്തിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ വലിയ ഡീല് നടത്താൻ ട്രംപിന്റെ ഈ വെസ്റ്റ് ഏഷ്യൻ സന്ദർശനം, ഈ ത്രിരാഷ്ട്ര സന്ദർശനം കാരണമായിട്ടുണ്ട്. അപ്പം ഇവിടെ അമേരിക്കയുടെ താല്പര്യങ്ങളെ നിർണായകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമായി സൈനികമായി അവർക്ക് ഇറാനെ തകർക്കാനോ തോൽപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ നേരത്തെ താജ് ആലിവയെല്ലാം സൂചിപ്പിച്ച കാര്യം ഒരു മാനവികതയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ലോകമില്ലേ, എങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ, ഒരു പരമാധികാര രാഷ്ട്രത്തെ എങ്ങനെ ആക്രമിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ ഇസ്രായേലിന്റെ കാര്യത്തിൽ സാധ്യമാണ്. അതൊരു സാധാരണ രാഷ്ട്രമല്ല. മൂലധനം സംബന്ധിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ള വളരെ രസകരമായ ഒരു അഭിപ്രായമുണ്ട്. മൃതമായ അധ്വാനമാണ് മൂലധനം. അത് തൊഴിലാളി വർഗത്തിന്റെ അധ്വാന മിച്ചമൂല്യം എത്രമാത്രം ചൂഷണം ചെയ്യുന്നു അത്രമാത്രം അത് ശക്തിയാവും. എന്ന് വെച്ചാൽ രക്തം കുടിക്കുന്തോറും കൂടുതൽ ശക്തീകരിക്കപ്പെടുന്ന ഒരു രക്ഷസനോടാണ് മാർക്സ്. ഒരു ലോകഘടന നിയന്ത്രിക്കുന്ന ഒരു അച്ചടക്ക സംവിധാനം അതൊന്നും ഇല്ലാത്ത ലോകം ഏതൊക്കെയോ നിരാശാജനകമായ ചില സന്ദർഭങ്ങളെ കൂടി ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്.